നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായാണ് രാഹുൽ ഗാന്ധിയെ ജനമറിയുന്നത്. പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന് അകത്തും പുറത്തും ഓടി നടന്ന് രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തി എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കി ആ കസേരയിൽ സ്വയം അവരോധിക്കുവാൻ രാഹുൽ ഗാന്ധി നെട്ടോട്ടം ഓടുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിലും ഈ അടുത്തിടെ നടന്ന AI കോൺഫറൻസിലും കോൺഗ്രസ് പാർട്ടിയുടെയും അവരുടെ നേതാവ് രാഹുലിന്റെയും തനത് സ്വഭാവവും നിരാശയും രാജ്യത്തെ ജനങ്ങൾ കൃത്യമായി കണ്ടതും വിലയിരുത്തിയതുമാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ എത്ര വിമാനങ്ങൾ വീണു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അത് പാകിസ്ഥാന്റെ അല്ല കേട്ടോ, ഇന്ത്യയുടെ വിമാനങ്ങൾ എത്ര വീണു എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. വിമാനങ്ങൾ വീണതിന്റെ കണക്കെടുത്ത് ഇന്ത്യ തോറ്റു എന്ന് വരുത്തി തീർത്ത് നരേന്ദ്രമോദിയെ താഴ്ത്തിക്കെട്ടാൻ മാത്രമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ചുരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ദുരന്തമായി മാറുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ തന്റെ പക്ഷം പിടിക്കാതിരുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റമറിനെ അതിരൂക്ഷമായാണ് ട്രംപ് വിമർശിച്ചത്. എന്നാൽ അവരുടെ പ്രതിപക്ഷ നേതാവായ കെബി ബെഡനോക്കിന്റെ പ്രതികരണം ട്രംപിനെ എതിരെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുമായിരുന്നു. ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സമ്പൂർണ്ണ പിന്തുണയുമായി അവരുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ് പറയുമ്പോൾ അത് ശരിവയ്ക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കാണുന്നത്. രാജ്യത്തിനെതിരെ കടുത്ത തീരുവ ട്രംപ് നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ഒരു വിമർശനം പോലും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്നും ഉണ്ടായില്ല. മറിച്ച് അത് രാഹുൽ ഗാന്ധി ആസ്വദിക്കുകയായിരുന്നു. അടിസ്ഥാനമായ തെളിവുകൾ ഇല്ലാത്ത കാര്യങ്ങൾ തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്ന ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വിഡ്ഢിത്തരങ്ങളോടാണ് രാഹുലിന് ഏറെ പ്രിയം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലോക കുറ്റവാളി അയാളുടെ ഇമെയിൽ സന്ദേശത്തിൽ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ മോദി ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നിരന്തരം ആവർത്തിക്കുന്ന രാഹുൽ എന്ന കപട രാഷ്ട്രീയ നേതാവിന്റെ പൊയ്മുഖം തുറന്നു കാട്ടേണ്ടതാണ്. ഭരണത്തിനു വേണ്ടി രാജ്യത്തെയും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തുവാൻ അടിസ്ഥാനരഹിതമായ ഏത് ആരോപണങ്ങളും നിർലജ്ജമായി ഉയർത്തിവിടുന്ന ഒരു വിവാദ നായകനായി രാഹുൽ ഗാന്ധി വളർന്നു വരികയാണ്. റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലായാലും താൻ പറഞ്ഞിട്ടാണ് പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം നിർത്തിയത് എന്ന് ട്രംപ് പറഞ്ഞതിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പൊള്ളയായ അവകാശവാദങ്ങളുടെ പേരിലായാലും ട്രംപിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തണം. രാജ്യമൊരു വെല്ലുവിളിയെ അഭിമുഖീകരിക്കുമ്പോൾ അത് പരിഹരിക്കുവാൻ കൂടെ നിൽക്കേണ്ട രാഹുൽ ഗാന്ധി വെറും കവലച്ചാട്ടമ്പികളെ പോലെ പെട്രോൾ ക്ഷാമം വരും, ഗ്യാസ് ക്ഷാമം വരും തുടങ്ങിയ സ്വപ്ന പ്രതീക്ഷകൾ പുലർത്തി ഭീതി ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ നിരന്തരമായി ഇറക്കിക്കൊണ്ട് ബോധപൂർവമായി ജനങ്ങളുടെ ഇടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കപട രാഷ്ട്രീയക്കാരനായി അധപ്പതിച്ചിരിക്കുകയാണ്. അധികാര ഭ്രാന്തുമുത്ത് സമനില തെറ്റിയ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അപകടകരമായ ദിശയിലേക്കാണ് പോകുന്നത്. ജനാധിപത്യത്തെക്കാൾ തന്റെ കുടുംബത്തിന്റെയും തന്റെയും ആധിപത്യത്തിനാണ് രാഹുൽ ഗാന്ധി പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നിരുത്തരവാദിത്വപരവും അതീവ അപകടകരവുമാണ്.